ആത്മജ്ഞാനികൾക്ക് 4 സാധനകൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ആത്മജ്ഞാനികൾക്കാണ്, ആധ്യാത്മിക ജ്ഞാനികൾക്കല്ല. അത് സാധനാചതുഷ്ടയങ്ങൾ എന്നാണ് പറയുന്നത്. ഒന്ന് നിത്യമേത് അനിത്യമേത് എന്ന ബോധമാണ്. ഒന്ന് നിത്യ അനിത്യ വസ്തുവിവേകം. 2 ഇഹ അമൂത്രാർത്ഥ ഫലഭോഗ വിരാഗ. ഇഹത്തിലും പരത്തിലും ഫലത്തെ ആഗ്രഹിക്കരുത്. കർമ്മത്തിന് ഫലമുണ്ടാകും, അത് അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഫലം കിട്ടിയിരിക്കും. നമുക്കെന്ത് യോഗ്യതയുണ്ടോ അതിനുള്ള ഫലമാണ് കിട്ടുന്നത്. പരിശ്രമിക്കാത്ത ഒരാൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് ഏതെല്ലാം വഴിപാടുകൾ ചെയ്താലും ഫലം കിട്ടുമോ? കിട്ടില്ല. ഒരു പെട്രോൾ കാറിൽ ഡീസൽ ഒഴിച്ചു പോയി, പെട്ടെന്ന് ഇത്ര മണിക്ക് നമുക്ക് ഇൻ്റെ അടുത്ത് എത്തിയാൻ വേണം. ദൈവമേ, ഞാൻ 24 മണിക്കൂറും അങ്ങേ ചിന്തിച്ചല്ലേ ജീവിക്കുന്നത്, എനിക്ക് ഇത്ര മണിക്ക് അവിടെ എത്തേണ്ടതാണ്, ഇതൊന്ന് സ്റ്റാർട്ടാക്കി തരണേ പറഞ്ഞാൽ പറ്റുമോ? പെട്രോൾ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ച് തന്നെ ഓടാൻ പറ്റൂ. അവനവൻ്റെ കർമ്മം അതിനനുസരിച്ചുള്ള ഫലം കിട്ടും, ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും. പക്ഷേ നിഷ്കാമമായി കർമ്മം ചെയ്യുക, അതാണ് ഇഹത്തിലും പരത്തിലും ഫലം ആഗ്രഹിക്കാതിരിക്കുക, വിരക്തിയാണത്. ഒന്ന് നിത്യാനിത്യ വസ്തു വിവേകം. 2 ഇഹ അമൂത്രാർത്ഥ ഫലഭോഗ വിരാഗ വൈരാഗ്യം. 3 6 സമ്പത്തുകൾ നാം ആർജിച്ചിരിക്കണം. 6 സമ്പത്ത് ആർജിക്കണം ആത്മീയ അന്വേഷികൾക്ക്. അത് ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം. അതായത് ശമാധി ഷഡ്ക സമ്പത്തി. ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം. ഓടിച്ചു പറഞ്ഞാൽ ശമം എന്നാൽ മനോനിയന്ത്രണമാണ്, ദമം എന്നാൽ ഇന്ദ്രിയ നിയന്ത്രണം, ഉപരതി എന്നാൽ സ്വധർമ്മം ഒഴികെയുള്ള എല്ലാറ്റിനോടും വിരക്തി. സ്വധർമ്മം ആർക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല. സ്വധർമ്മം ഒഴികെയുള്ള എല്ലാം ഉപേക്ഷിക്കുക. അടുത്തത് തിദിക്ഷയാണ്. തിദിക്ഷ ദ്വന്ദ്വങ്ങളിൽ സമഭാവം, സുഖദുഃഖങ്ങളിൽ സമത്വം പാലിക്കുക. ഉഷ്ണം, ശീതം തുടങ്ങിയ വിരുദ്ധങ്ങളായ എന്തു തന്നെയോ വന്നോട്ടെ സമഭാവത്തോടെ കാണുക. ഇത് തിദിക്ഷ. ശ്രദ്ധ എന്നാൽ 5-മത്തെ ശ്രദ്ധ, അത് ഗുരുവിലും ശാസ്ത്രത്തിലും ഉറച്ച വിശ്വാസമുള്ളവനായിരിക്കുക. ഗുരുവിനെ അവിശ്വാസത്തോടു കൂടി കാണുന്നവർക്ക് ശ്രദ്ധയില്ല. ശാസ്ത്രത്തെ അവിശ്വസിക്കരുത്. ശാസ്ത്രത്തിലും ഗുരുവിലും പൂർണ്ണമായ വിശ്വാസം. സമാധാനമാണ് 6-മത്തത്. സമാധാനം എന്നാൽ ബ്രഹ്മത്തിൽ ഏകാഗ്രത, ഈശ്വരനിൽ ഏകാഗ്രത നേടുക. നിത്യാനിത്യ വസ്തു വിവേകം. 2 ഇഹ അമൂത്രാർത്ഥ ഫലഭോഗ വിരാഗ. 3 ശമാധിഷഡ്ക സമ്പത്തി. 4 പരമപ്രധാനമായ മോക്ഷേച്ഛ. മോക്ഷം സാക്ഷാത്കാരം ഇച്ഛിക്കാത്തവർക്ക് ഇതൊന്നും വേണ്ട ആവശ്യമില്ല. ആത്മീയത ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ്, മോക്ഷേച്ഛുക്കൾക്ക് വേണ്ടിയുള്ളതാണ്. മോക്ഷേച്ഛ ഇല്ലാത്തവർക്ക് ഇതൊന്നും ആവശ്യമില്ല. എങ്ങനെ മോക്ഷ ഇച്ഛിക്കണം? മോക്ഷം എന്ന് പറയുന്നത് മരണാനന്തരമല്ല, ജീവിച്ചിരിക്കുമ്പോൾ സർവദുഃഖ നിവൃത്തി, അതായത് ആത്യന്തിക ദുഃഖ നിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയും തൃപ്തിയും, ഏതിലും തൃപ്തിയും ഉണ്ടാകുന്നതിനെയാണ് മോക്ഷമെന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ, 4 സാധനങ്ങൾ അനിവാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞത് ആത്മീയ അന്വേഷികൾക്കാണ്. സാധാരണ ഭൗതിക ജീവിതത്തിൽ, വ്യാവഹാരിക ജീവിതത്തിൽ മുഴുകി ജീവിക്കുന്നവർക്ക് ആധ്യാത്മികതയാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ധർമ്മശാസ്ത്രത്തെയും മോക്ഷശാസ്ത്രത്തെയും പഠിക്കണം. മോക്ഷശാസ്ത്രത്തെ പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൽ അനുഭൂതിക്ക് പോവണ്ട,
അനുഭൂതിക്ക് പോയാൽ വ്യാവഹാരിക ജീവിതത്തോട് താല്പര്യം വിരക്തി വരും. അപ്പോൾ ഗൃഹസ്ഥൻ അത് ഉത്തമമല്ല. ഗൃഹസ്ഥൻ്റെ സ്വധർമ്മം ഗാർഹസ്ഥ്യമാണ്. ഗാർഹസ്ഥ്യ വിജയത്തോടൊപ്പം ആധ്യാത്മിക വിജയം നേടണം. ആത്മീയ ജ്ഞാനം ഉണ്ടാകണം. ആത്മീയ ജ്ഞാനം നേടണ്ട. അതിനാണ് പുരുഷാർത്ഥ ചതുഷ്ടയങ്ങൾ: ധർമ്മം, അർത്ഥം, കാമ, മോക്ഷം. ബ്രഹ്മചര്യാശ്രമ കാലഘട്ടത്തിൽ ജ്ഞാനം നേടുന്നതായിരിക്കണം അവൻ്റെ ആശ്രമധർമ്മം. ഗാർഹസ്ഥ്യധർമ്മം അത് പുത്ര കളത്രങ്ങളുമായി സ്വധർമ്മം, പിതൃധർമ്മം, പുത്രധർമ്മം, മാതൃധർമ്മം, കുടുംബധർമ്മം, അതോടൊപ്പം സാമൂഹിക ധർമ്മം, സമൂഹത്തോട് ധർമ്മം ഉണ്ടായിരിക്കണം, രാഷ്ട്രധർമ്മം, പ്രകൃതിയോടുള്ള ധർമ്മം, ഇതെല്ലാം പരിപാലിക്കേണ്ടത് ഗൃഹസ്ഥൻ്റെ കടമയാണ്. അതിനെ ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിലേക്ക് പോകരുത്. ആത്മീയതയിലേക്ക് പോയാൽ വേഷത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടാൽ സന്യാസിയാണെന്ന് തോന്നും. ഉള്ളിൽ സന്യാസം സംഭവിക്കുകയുമില്ല. സന്യാസം എന്നാൽ വേഷത്തിലോ ഒന്നുമല്ല. ജടാധാരിയോ അല്ലെങ്കിൽ മുണ്ഡനമോ കാഷായ വേഷത്തിലോ ഒന്നുമല്ല സന്യാസം. സന്യാസം അവനവൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന, അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പരിണാമത്തിലെ ഏറ്റവും ഉയർന്ന ഒരവസ്ഥയാണത്. അത് ഉള്ളിലാണ് സംഭവിക്കുന്നത്. ബാഹ്യമായ വേഷങ്ങളെല്ലാം തന്നെ അവരവർ സന്യാസ ദീക്ഷ സ്വീകരിച്ച ആ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്, സന്യാസത്തിൻ്റെ അല്ല. ഏത് സമ്പ്രദായത്തിലാണോ ദീക്ഷ സ്വീകരിച്ച ആ സമ്പ്രദായത്തിൻ്റെ ചിട്ടവട്ടങ്ങളിലാണ് മുണ്ടനവും ജടാധാരിയും അല്ലെങ്കിൽ കാവിയും ഒക്കെ വരുന്നത്. സന്യാസം ഇതൊന്നുമല്ല, ഉള്ളിൽ സംഭവിക്കുന്നതാണ്. ഗൃഹസ്ഥൻ സന്യാസ ധർമ്മം ആചരിച്ചാൽ അയാൾ ഗൃഹസ്ഥ ധർമ്മ ഭ്രഷ്ട് സംഭവിച്ചവനാണ്, പാപമാണ്. അടിവരയിട്ട് കേൾക്കണം ഇത്. സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചവൻ എന്ന പാപം ചെയ്യുന്നവനാണ് അയാൾ. അതുകൊണ്ട് ഗൃഹസ്ഥധർമ്മം പാലിക്കണം. അതാണ് മുഖ്യധർമ്മം. ഗൗണധർമ്മമായിട്ട് ധർമ്മശാസ്ത്രങ്ങളും മോക്ഷശാസ്ത്രങ്ങളും പഠിക്കണം. അത് ഗൗണധർമ്മമാണ്, മുഖ്യധർമ്മമല്ല. വാനപ്രസ്ഥ ആശ്രമം എന്ന് പറയുമ്പോൾ അവിടെ രണ്ടും. അപ്പോൾ ഗൃഹത്തിൻ്റെ ചുമതലകളൊക്കെ തന്നിൽ നിന്ന് വിട്ടു മക്കളൊക്കെയാണ് പിന്നെ ഗൃഹസ്ഥ ഭരണമൊക്കെ ചെയ്യുന്നത്. അവരെ ഒരു സഹായിക്കുവാനും മറ്റവരൊക്കെ കുറച്ച് സമയം, കൂടുതൽ സമയവും ആത്മീയ കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം. അത് വാനപ്രസ്ഥമാണ്. അവിടെയാണ് നമ്മൾ വാനപ്രസ്ഥി ധർമ്മവും കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കേണ്ടത്. സന്യാസിക്ക് ഒരു കർമ്മവുമില്ല. സന്യാസിയുടെ ധർമ്മം എന്ന് പറയുന്നത് സർവസംഘ പരിത്യാഗമാകുന്നത് വരെ എല്ലാവരും ദീക്ഷ സ്വീകരിച്ച് സന്യാസി എന്ന് വിളിക്കപ്പെടും. പക്ഷേ സർവസംഘ പരിത്യാഗി അല്ല. ദീക്ഷ സ്വീകരിച്ച് സന്യാസിയാകുന്നത് സർവസംഘ പരിത്യാഗത്തിന് വേണ്ടിയാണ്. LLB കഴിഞ്ഞ് എൻറോൾ ചെയ്താൽ അഡ്വക്കറ്റ് ആവാം. പക്ഷെ ഒരു അഡ്വക്കറ്റ് ആവണമെങ്കിൽ ഒരു സീനിയർ അഡ്വക്കറ്റിൻ്റെ കീഴിൽ എത്രയോ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് ഒരു അഡ്വക്കറ്റ് ആകുന്നത്. മെഡിസിൻ പാസ്സായി, ഡിഗ്രി എടുത്തു, അയാൾ ഹൗസ് സർജൻസിയൊക്കെ കഴിഞ്ഞു, ഡോക്ടർ എന്ന് പേര് വയ്ക്കാം കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ. പക്ഷേ ഡോക്ടർ ആവുന്നത് എത്രയോ കാലത്തിന് ശേഷമാണ്. അവർ ഡിഗ്രിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറാകാൻ പഠിക്കുന്നത്. അതേപോലെ സന്യാസ ദീക്ഷ സ്വീകരിച്ചാൽ സന്യാസി എന്ന് വിളിക്കപ്പെടും. പക്ഷേ സന്യാസി ആവാനുള്ള സാധനങ്ങൾ അവിടെയാണ് നടക്കുന്നത്. ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒന്നൊന്നായി നശിച്ച് ഇനി ഒന്നും നശിക്കാനില്ലാത്ത അവസ്ഥ. നേതി ഒടുവിൽ ഒന്നും ത്യജിക്കുവാനില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയാണ് സന്യാസം. ഇത് ഗൃഹസ്ഥൻ ചെയ്താൽ ശരിയാണോ? ആണോ? വാനപ്രസ്ഥിയും സന്യാസത്തിലേക്കുള്ള ദീക്ഷ സ്വീകരിക്കുന്നത് വരെയുള്ള പ്രാരംഭ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യാഴവട്ടത്തിൽ കുറയാതെ
സന്യാസ ആശ്രമത്തിൽ കഴിഞ്ഞ് സേവ ചെയ്തൊക്കെ ആയിരുന്നു പണ്ട് ചെയ്തിരുന്നത്. ദീക്ഷ എടുത്താൽ സർവസംഘ പരിത്യാഗം വരുന്നത് വരെ 4 കടമകൾ ഒരു സന്യാസിക്കുണ്ട്. ഒന്ന് ധർമ്മ ആചരണം, ധർമ്മത്തെ ആചരിക്കണം. താൻ ആചരിക്കാത്തത് മറ്റുള്ളവർ ആചരിക്കാൻ പറയാൻ പാടില്ല, തെറ്റ് അല്ലേ? ആചരണവും ധർമ്മ ആചരണവും ധർമ്മ പ്രചരണവും ധർമ്മ സംരക്ഷണവും, ധർമ്മത്തിനെതിരെ അധർമ്മമുണ്ടായാൽ അതിനെതിരെയുള്ള പ്രതിരോധവും സന്യാസിയുടെ കടമയാണ്. അപ്പോൾ ആചരണം, പ്രചരണം, ധർമ്മ സംരക്ഷണം, പ്രതിരോധം, അധർമ്മത്തിനെയുള്ള പ്രതിരോധം, ഇത് 4ഉം സന്യാസിയുടെ കടമയാണ്. ഇനി സാധാരണക്കാരന് വ്യാവഹാരിക ജീവിതത്തിൽ കഴിയുന്നവർക്ക് സാധനാ ചതുഷ്ടയം അല്ല. അറിയുന്നത് കൊണ്ട് തെറ്റില്ല, അതിൻ്റെ സാധന ചെയ്യേണ്ട അറിഞ്ഞിരിക്കണം. അവർക്ക് ഉള്ളത് 5 കാര്യങ്ങളാണ്. അതിൽ 1 യമം, 2 നിയമം, 3 ജപം, 4 ധ്യാനം, 5 സേവ. യമം എന്നത് 5 കാര്യമാണ്. യമപഞ്ചകം എന്ന് പറയും. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, യമം, നിയമം, അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. നിയമം എന്നതും 5 എണ്ണമാണ്. ശൗചം, സന്തോഷം, സ്വാധ്യായം, തപസ്, ഈശ്വരപ്രണിധാനം. അങ്ങനെ യമ നിയമങ്ങളും. 3ാമത്തത് ജപം. ജപം ചിത്തശുദ്ധിക്ക് വളരെ പ്രയോജനകരമാണ്. ചിത്തശുദ്ധിക്ക് ഏറ്റവും നല്ലത് ജപമാണ്. ജപത്തിലൂടെ ചിത്തശുദ്ധി ആർജിച്ചാൽ മാത്രമേ 4ാമത്തെ ധ്യാനം ചെയ്യാൻ പറ്റൂ. ഏകാഗ്രത കിട്ടാതെ, ധാരണയിലെത്താതെ ധ്യാനം ചെയ്യാൻ ആർക്കും കഴിയില്ല. കണ്ണടച്ചിരിക്കാൻ പറ്റും, മനസ്സെവിടെയെങ്കിലുമൊക്കെ പോകും. അതുകൊണ്ട് ചിത്തവൃത്തികളെ നിരോധിച്ചുകൊണ്ടാണ് ധ്യാനം ചെയ്യേണ്ടത്. അതോടൊപ്പം 5ാമത്തത് പരമപ്രധാനം സേവ, സേവനം. എവിടെയൊക്കെ? എല്ലായിടത്തും സർവീസ്, ചാരിറ്റി ആയിക്കോട്ടെ, എല്ലാ തരത്തിലും തൻ്റെ ആവശ്യത്തിന് വേണ്ടി താൻ ചെയ്യുന്നതൊക്കെ ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം അല്ലേ? താൻ ചെയ്യുന്ന സേവ തനിക്കും തൻ്റെ സമൂഹത്തിനും തൻ്റെ രാഷ്ട്രത്തിനും പ്രകൃതിക്കും ഗുണകരമായ സേവകൾ ചെയ്യണം. ഇതിനു വേണ്ടിയാണ് ആചാര്യന്മാർ ഉത്തമനായ ഒരു സനാതനധർമ്മിയുടെ ലക്ഷണം പറഞ്ഞിട്ടുള്ളത്. 5 കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ഒരു സനാതനധർമ്മി. അതിനെ യജ്ഞങ്ങളെന്ന് പറയും, പഞ്ചമഹായജ്ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഋഷിയജ്ഞം, അതിനെ ബ്രഹ്മയജ്ഞമെന്നും പറയാറുണ്ട്. ഒന്ന് ഋഷിയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, നൃയജ്ഞം, അതായത് അതിഥിയജ്ഞം. ഈ 5 എണ്ണം അതൊന്ന് ഓടിച്ചെന്ന് പറയാം. അതെല്ലാവരും ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നവരാണ് സനാതനധർമ്മി. നിത്യവും ഋഷിയജ്ഞം ചെയ്യുക എന്നാൽ ഋഷിമാർ, ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ള ധർമ്മശാസ്ത്രങ്ങളെയും യോഗശാസ്ത്രങ്ങളെയും നിത്യവും പാരായണം ചെയ്യണം. അതായത് പഠിക്കലും പഠിപ്പിക്കലും, പഠനവും പാഠനവും നിത്യവും ഉണ്ടായിരിക്കണം. അതിനെ സ്വാധ്യായം എന്ന് പറയും. ദേവയജ്ഞം എന്നാൽ അഗ്നിഹോത്രം മുതൽ മഹായാഗങ്ങൾ വരെ, അശ്വമേധം ഉൾപ്പെടെയുള്ള സോമയാഗമായിക്കോട്ടെ, എല്ലാ യാഗങ്ങൾ വരെയുള്ള യജ്ഞം, ദേവയജ്ഞം. അഗ്നിഹോത്രങ്ങൾ പണ്ട് എല്ലാ വീടുകളിലുണ്ട്. ഇന്നത് നശിച്ചു പോയിരുന്നെങ്കിൽ ഇന്നത് വീണ്ടും മിക്ക വീടുകളിലും ആയി വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതീകമാണ് നാമൊക്കെ നിത്യവും നമ്മുടെ ഭവനത്തിൽ
വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലില്ലേ, നാമം ചൊല്ലിയൊക്കെ ചെയ്യില്ലേ, അതിൻ്റെ ഒരു പ്രതീകമാണ്. അടുത്തുള്ള ക്ഷേത്ര ദർശനം, ഇതൊക്കെ ദേവയജ്ഞത്തിൻ്റെ ഭാഗമാണ്. പിതൃയജ്ഞം എന്നാൽ പിതൃതർപ്പണമാണ്. ഈ ശരീരത്തിൻ്റെ കാരണക്കാരായ മാതാപിതാക്കളും അവർക്ക് മുൻപുള്ള പരമ്പരകൾക്കും കൊടുക്കുക, തർപ്പണം ചെയ്ത് അവരെ സന്തോഷപ്രദമാക്കിയിരുത്തുക. മരിച്ചതിന് ശേഷം ചെയ്യുന്നതല്ല തർപ്പണം. ഇപ്പം കർക്കിടകത്തിൽ പിതൃക്കൾക്ക് ബലിയിടലുണ്ട് അല്ലേ? ആ ബലിയിട്ടതുകൊണ്ട് അവർക്കെന്ത് ഗുണം? അത് ബലിയിടുന്നവൻ്റെ നന്മയ്ക്കും തൃപ്തിക്കും വേണ്ടിയാണ്. തർപ്പണം, പിതൃതർപ്പണം അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ശുശ്രൂഷിക്കുന്നതാണ് പിതൃതർപ്പണം. അടുത്തത് ഭൂതയജ്ഞമാണ്. നാം ജീവിക്കുന്നത് പോലെ തന്നെ ഈ പ്രകൃതിയിലെ ചെറിയ ജീവികൾ തൊട്ട് വലിയ ജീവികൾ വരെ അവർക്കും അതുപോലെ സസ്യലതാദികൾക്കും ഒക്കെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അവയെ സംരക്ഷിക്കുന്നതാണ് ഭൂതയജ്ഞം. ഒടുവിൽ അതിഥി യജ്ഞം, നൃയജ്ഞം എന്ന് പറയുന്നത് പഴയ കാലങ്ങളിൽ അന്ന് ഹോട്ടലുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. പലരും യാത്ര ചെയ്ത് വരുമ്പോൾ സന്ധ്യയായി, ഇനി കടന്നു പോകാനും പറ്റില്ല, ഇരുട്ടായി, താമസിക്കാനും ഒന്നും സൗകര്യമില്ലാത്ത കാലത്ത് വീടുകളിൽ വിളക്ക് കൊളുത്തി അവസാനം വിളക്കണയ്ക്കുന്നതിന് മുൻപേ ചോദിക്കും, അത്താഴപ്പഷ്ണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അന്ന് അവർക്ക് തങ്ങാനും ഭക്ഷണം കൊടുക്കാനുമുള്ള ഒരു സംസ്കാരം. അതാണ് അതിഥി യജ്ഞം. തിഥി നോക്കാതെ വരുന്നവരാണ് അതിഥികൾ. ഇന്ന് മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്നവരെല്ലാം അതിഥികളാണ് അല്ലേ? അതല്ല, നമ്മുടെ വീട്ടിൽ വന്ന് കുറച്ച് നാൾ താമസിക്കുന്നവരല്ല, തിഥി നോക്കാതെ വരുന്ന അതിഥികൾ, അവരാണ് അതിഥികൾ. എന്നാൽ ഇന്ന് അതില്ല, പകരമാണ് ഇന്ന് അതിഥി യജ്ഞം, നരയജ്ഞം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൃദ്ധരായ മാതാപിതാക്കളെ എല്ലാം നേരത്തെ തർപ്പണം കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, ഇന്ന് ആരാ കൊടുക്കുന്നത്? അനാഥാലയങ്ങൾ അല്ലേ, അവിടെയുള്ളവരാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ അപ്പനോ അമ്മയെ പോലെ തന്നെ സംരക്ഷിക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവർ, ഉപേക്ഷിക്കപ്പെട്ട അപ്പനമ്മമാരും ഒക്കെ വസിക്കുന്നവർ, ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ ഒക്കെ, അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതാണ് അതിഥി യജ്ഞം. മിക്ക ക്ഷേത്രങ്ങളിലും പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ പറയുന്നതൊന്നുണ്ട്, ക്ഷേത്രങ്ങൾ ഒരു സാമൂഹിക ക്ഷേമ കേന്ദ്രവും കൂടിയായി മാറണം. ലക്ഷക്കണക്കിന് രൂപ ധൂർത്തടിച്ച് ഉത്സവം നടത്തുമ്പോൾ, ലക്ഷക്കണക്കിന് രൂപ മുടക്കി കരിമരുന്ന് പ്രയോഗങ്ങൾ നടത്തുമ്പോൾ, ആന എഴുന്നള്ളത്ത് നടത്തി എന്തെല്ലാം നശിപ്പിക്കുമ്പോൾ, മനുഷ്യജീവനുകൾ നശിപ്പിക്കുമ്പോൾ, ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളിൽ എത്രയോ ആൾക്കാർ അവർക്ക് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്നവരുണ്ട്. അവരെ ചികിത്സിക്കുവാൻ വേണ്ട സാമ്പത്തിക സഹായം, പഠിക്കാൻ മിടുക്കരായ എത്രയോ കുട്ടികളുണ്ട്, അവർക്ക് അതിനുള്ള ഒരു സഹായം, വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന എത്രയോ സഹോദരിമാർ നമ്മുടെ ചുറ്റുമുണ്ട്, അവരെ സഹായിക്കാനുള്ളൊരു സംവിധാനം തുടങ്ങി സാമൂഹിക ക്ഷേമം കൂടി ചെയ്യുന്നതാണ് ഈശ്വരന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം. അതും ഈ പറഞ്ഞ നരയജ്ഞത്തിൻ്റെ ഭാഗമാണ്. ഈ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് സനാതനധർമ്മി.